നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് സന്ദർശിക്കുന്ന കൃപയുടെ സമയമാണിത്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന തകർച്ചകളിലുള്ള ദൈവ പദ്ധതി. തകർച്ചകളിലുള്ള ദൈവ പദ്ധതി. പല വിധത്തിലുള്ള ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും പരാജയങ്ങളും അടിക്കടിക്കുണ്ടാകുന്ന വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലൊക്കെയുള്ള വിവിധങ്ങളായ തകർച്ചകൾ മൂലം വേദനിക്കുന്നവരും അസ്വസ്ഥപ്പെടുന്നവരുമാണ് നമ്മിൽ അധികം പേരും. എന്തുമാത്രം തകർച്ചകളാണ് ഇന്ന് ഒത്തിരിയേറെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു, ബിസിനസ് തകരുന്നു, ജോലിയിൽ തകർച്ച, സാമ്പത്തിക മേഖലകളിൽ തകർച്ച എന്നു വേണ്ട തൊടുന്നത് മുഴുവൻ തകർച്ചയായി മാറുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലുള്ള ദൈവ പദ്ധതി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായി യാദർച്ഛികമായി സംഭവിക്കുന്നില്ല. കർത്താവ് അറിയാതെയും കർത്താവ് അനുവദിക്കാതെയും ഒന്നും തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഇതിനുള്ള ബന്ധത്തിൽ സഭയെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു വചനമുണ്ട്. നമുക്ക് സുപരിചിതമായ വചനമാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, നാം ഓരോരുത്തരും കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ മേൽ കർത്താവിൻ്റെ പദ്ധതി നിയോഗമുണ്ട്. ഇപ്രകാരം വിളിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിന്റെ ജീവിതത്തിലും എല്ലാം നന്മയ്ക്കായി സംഭവിക്കുന്നത് മുഴുവൻ, അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, തകർച്ചകളാകട്ടെ ഉയർച്ചകളാകട്ടെ, ദുരിതങ്ങളാകട്ടെ അനുഗ്രഹങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒത്തിരിയേറെ ആശ്വാസം തരുന്നൊരു വചനമാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന ആത്മീയവും മാനസികവും വൈകാരികവും ശാരീരികവും സാമ്പത്തികവുമായ ഏതു വിധേനയുള്ള തകർച്ചകളാകട്ടെ, ഈ തകർച്ചകളിലെല്ലാം ദൈവമായ കർത്താവിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ ക്ഷേമത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനുമായിട്ടുള്ള പദ്ധതിയാണെന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മോട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം വചനത്തിൽ പൂർവ്വ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന മനോഹരമായൊരു വചനം: നിങ്ങൾ എന്നോട് തിന്മ പ്രവർത്തിച്ചു, നിങ്ങൾ എനിക്ക് ഒരുപാട് തിന്മ ചെയ്തു, എന്നാൽ എൻ്റെ വിശ്വസ്തനായ കർത്താവ് ആ തിന്മകളെയെല്ലാം നന്മകളാക്കി മാറ്റി. ആ തിന്മകളെല്ലാം നന്മകളാക്കുകയാണ്. ഈ വചനം നമുക്ക് തരുന്ന വെളിപാടെന്താ? തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. എത്ര വലിയ പരാജയമാകട്ടെ, തകർച്ചകളാകട്ടെ, ദുരന്തങ്ങളും ദുരിതങ്ങളും ആകട്ടെ, ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ, നമുക്ക് ആവശ്യമായ കൃപകൾ വർഷിക്കുവാൻ ശക്തനും മതിയായവനുമാണ് നമ്മുടെ കർത്താവെന്ന് ഈ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗാഡ്. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഹൃദയം കലങ്ങരുത്.
നിന്റെ മനസ്സ് മുറിപ്പെട്ട് നൊമ്പരത്തിലായിരിക്കരുത്. നമുക്കുള്ള കർത്താവിന്റെ ആലോചനയാണിത്. നമ്മോടാണ് പരിശുദ്ധാത്മ സംവാദിക്കുന്നത്. എത്ര വലിയ തിന്മയിൽ നിന്നും നന്മയുള്ളവാക്കാൻ, അനുഗ്രഹങ്ങളെ കൊണ്ടുവരുവാൻ വിശ്വസ്തനായ ദൈവം, വിശ്വസ്തനായ ദൈവം. ഈ സന്ദേശത്തോട് ബന്ധപ്പെട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിലോട്ട് നിങ്ങൾ വരണം. ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ, ഒരു കുടുംബത്തെ വീണ്ടെടുക്കുവാൻ ദൈവം അനുവദിച്ച, ദൈവമായ കർത്താവ് പ്രവർത്തിച്ച സംഭവത്തെക്കുറിച്ച് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16-ന്റെ 25 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ പൗലോസും സീലാസും ഫിലിപ്പി കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ അടയ്ക്കപ്പെടുകയാണ്. കർത്താവിന്റെ വചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ ഫിലിപ്പി പട്ടണത്തിലുണ്ടായിരുന്ന അശുദ്ധാത്മ ബാധിച്ച ഒരു പെൺകുട്ടിയിൽ നിന്ന് ആ ഈവിൾ സ്പിരിറ്റിനെ പുറത്താക്കിയതിന് പേരിൽ പട്ടണം മുഴുവൻ പ്രക്ഷോഭിതമായി, അവർക്കെതിരെ ഇളകി, കഠോരമായ പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ വളരെയധികം പ്രഹരിച്ച് പൗലോസും സീലാസിനെയും കാരാഗൃഹത്തിന്റെ ഉള്ളറയിലേക്ക് ഇടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. 26-ാം വചനം പറയുന്നു, പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. ദൈവത്തിന്റെ പ്രവർത്തനമാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്. ഏത് രൂപത്തിലും നമ്മുടെ ജീവിതങ്ങളെ സന്ദർശിക്കുവാൻ കർത്താവിന് കഴിയും. ഇവിടെ ഭൂകമ്പത്തിന്റെ രൂപത്തിൽ ദൈവശക്തി ആ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങുകയാണ്. കാരാഗൃഹത്തിന് അടിത്തറ കുലുങ്ങി, അവരെ ബന്ധിച്ച ചങ്ങലകൾ അഴിഞ്ഞു വീണു, അവരുടെ മുൻപിൽ അടഞ്ഞു കിടന്ന വാതിലുകൾ തുറക്കപ്പെട്ടു. 16-ാം അധ്യായം 27-ാം വചനം പറയുന്നു, തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ആ ജയിൽ വാർഡൻ, കാരാഗൃഹ പ്രമാണി, അവൻ വാളെടുത്ത് ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ്. ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്റെ അധികാരികൾ വിവരം അറിഞ്ഞാൽ തന്നെ കൊന്നുകളയും. അവർ തന്നെ കൊല്ലുന്നതിനേക്കാൾ മുൻപ് സ്വയം മരിക്കാമെന്ന് ചിന്തിച്ച് അവൻ വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ ജയിൽ വാർഡനോടും അവന്റെ കുടുംബത്തോടും കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുകയാണ്. ആ കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ആ കുടുംബത്തിലൂടെ ആ പ്രദേശത്ത്, യൂറോപ്പിന്റെ മണ്ണിൽ കർത്താവിന്റെ രാജ്യം വളരുവാനും കർത്താവിന്റെ സഭ സ്ഥാപിതമാകുവാനും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ പ്രബലപ്പെടുവാനും സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പാണ് സഹോദരങ്ങളെ. ഇത് സംഭവിക്കണമെങ്കിൽ ഈ ജയിൽ വാർഡന്റെ ജീവിതത്തിൽ തന്നെ ആർക്കും സഹായിക്കാൻ കഴിയാത്ത വിധം, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാത്ത വിധം താൻ പ്രതിസന്ധിയിലും തകർച്ചയിലും ആർക്കും തന്നെ സപ്പോർട്ട് ചെയ്യുവാനോ ഹെൽപ്പ് ചെയ്യാനോ പറ്റാത്ത വിധം താൻ ഞെരുക്കത്തിലാകുക എന്നുള്ളത് കർത്താവിന്റെ പദ്ധതിയാണ്. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ ജയിൽ വാർഡന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കി, വളരെ ഹെൽപ്ലെസ് ആയൊരു സിറ്റുവേഷൻ. എല്ലാ തടവുകാർ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ, ഈ തകർന്നൊരവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആർക്കും പറ്റുകയില്ല. ഹെൽപ്ലെസ് ആയൊരു സിറ്റുവേഷൻ കർത്താവ് അവന്റെ ജീവിതത്തിൽ അനുവദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഹെൽപ്ലെസ് ആയി ആർക്കും നമ്മെ സഹായിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സാഹചര്യങ്ങൾ, ചില വേദനകൾ, തകർച്ചകൾ, പരാജയങ്ങൾ ദൈവമായ കർത്താവ് അനുവദിക്കും. നമ്മൾ നശിക്കാനല്ല, നമ്മൾ തകർന്നു പോകാനല്ല, നമ്മൾ അതിലൂടെ തീർന്നു പോകാനല്ല, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബം കർത്താവിനെ കണ്ടുമുട്ടി അവിടുത്തെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ വേണ്ടി. സഹോദരങ്ങളെ, കൊടിയ തകർച്ചകളും സഹനങ്ങളും ദുരിതങ്ങളും കർത്താവ് അനുവദിച്ചേക്കാം. ഈ ജയിൽ വാർഡന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്?
തകർച്ചകളിലുള്ള ദൈവ പദ്ധതിയാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ. രണ്ടാമത് എന്താ? ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷൻ. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഇനി എന്തിനാ പ്രതീക്ഷിക്കുന്നത്? എല്ലാ തടവുകാർ രക്ഷപ്പെട്ടു. താൻ അധികം താമസിയാതെ കൊല്ലപ്പെടും. അധികാരികൾ തന്നെ വധിച്ചു കളയും. തന്റെ കുടുംബത്തെ നശിപ്പിക്കും. താൻ ഇതിനെല്ലാം സമാധാനം പറയണം. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. അവന് മനസ്സിലായി ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു കൊടിയ തകർച്ചയിലേക്ക് ഈ ജയിൽ വാർഡനെ, അവന്റെ കുടുംബത്തെ കർത്താവ് എത്തിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുന്ന ചില രോഗങ്ങളാകാം, പെട്ടെന്നുണ്ടായ ചില രോഗപീഠകള്, ചില വേർപാടുകള്, ആപത്തുകള്, അപകടങ്ങള്, പ്രതീക്ഷിക്കാ സമയത്തുണ്ടാകുന്ന ചില തകർച്ചകള്, ദുരന്തങ്ങള്, ദുരിതങ്ങള്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കും നമ്മൾ തീർന്നു, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല, ഞാൻ അവസാനിച്ചു, എന്റെ കുടുംബം തീർന്നു. ഇല്ല സഹോദരങ്ങളെ, കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി, അടുത്ത സെക്കൻഡിൽ എന്താ ഉണ്ടായത്? പൗലോസിനെ വിളിച്ചു പോയത്, സഹോദര, നീ സാഹസം കാണിക്കരുത്, നീ അവിവേകം കാണിക്കരുത്. ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, എല്ലാ തടവുകാരും ഇവിടെയുണ്ട്. 29-ാം വചനം പറയുന്നു, അവൻ പേടിച്ച് വിറച്ച് പൗലോസിന്റെ കാൽക്കൽ വീട് ചോദിച്ചു, യജമാന്മാരെ, മാസ്റ്റേഴ്സ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവന് മനസ്സിലായി, പൗലോസിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പൗലോസ്ലീഹായുടെ ദൈവം അവൻ മാത്രമാണ് ഏക സത്യ ദൈവം. അവൻ മാത്രമാണ് ജീവിക്കുന്ന കർത്താവ്. രക്ഷപ്പെടാനുള്ള 100 വഴികളുണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടില്ല. ഈ ജയിൽ വാർഡന് മനസ്സിലായി, എത്ര ക്വാളിറ്റിയുള്ള മനുഷ്യൻ, ഇവൻ വിശ്വസിക്കുന്ന, ഇവൻ ആരാധിക്കുന്ന ഇവന്റെ ദൈവമാണ് ഏക സത്യ ദൈവമെന്ന് ആ ജയിൽ വാർഡൻ തിരിച്ചറിയാം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു, സഹോദര, 31-ാമത്തെ വചനം, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നമ്മൾ മനസ്സിലാക്കണം, പത്രോസിലെ പറയുന്നുണ്ട്, താൻ എഴുതിയ 2-ാം ലേഖനം 3:9, ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതുള്ളൂ. നമ്മുടെ ആരുടെയും ആത്മനാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നശിച്ചു പോകുവാൻ ഒരു നാളും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 3:14 പറയുന്നു, അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ സകലർ നിത്യജീവനം പ്രാപിക്കാൻ തക്കവിധം ദൈവപിതാവ് അത്രമാത്രം തന്റെ ഏകജാതനായ യേശുവിനെ നമുക്ക് നൽകാൻ നമ്മെ സ്നേഹിച്ചു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത സാഹചര്യത്തിൽ അവരെ കൊണ്ടെത്തിക്കുകയാണ്. ഒരു ടോട്ടൽ സറണ്ടറിങ്, പൂർണ്ണമായ സമർപ്പണത്തിനായി കർത്താവ് അവനെ ഒരുക്കുകയാണ്. 32-ാം വചനം പറയുന്നു, അവനും കുടുംബം കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. അവൻ കുടുംബമായി ജ്ഞാനസ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ സഭയിൽ അംഗങ്ങളായി, കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടു. ജയിൽ വാർഡനും അവിശ്വാസിയായ അജ്ഞനായ ആ ജയിൽ വാർഡനും അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ആ രക്ഷാകരമായ അനുഭവത്തിലേക്ക് വരുവാൻ, നിത്യജീവൻ തന്നെയായ യേശുവിനെ സ്വന്തമാക്കുവാൻ ദൈവം ആ കുടുംബത്തോട് കരുണ കാണിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തകർച്ച അവൻ അനുഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ ഗർവിഷ്ഠനും അഹങ്കാരിയും സ്വാർത്ഥനുമായി അവൻ തന്നിഷ്ടം പോലെ ജീവിക്കുമായിരുന്നു. എന്നാൽ ആ കൊടിയ തകർച്ചയിലൂടെ, ആ ദുരിതത്തിലൂടെ അവനെ, അവന്റെ കുടുംബത്തെയും കർത്താവ് നേടുകയാണ്. 34-ാം വചനം പറയുന്നു, ദൈവമായ കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും അത്യന്തം ആനന്ദിച്ചു. മരണവീടായി മാറേണ്ട ആ കുടുംബം ആനന്ദത്തിന്റെ ഭവനമായി. ആ രാത്രിയിൽ കൂട്ട നിലവിളി ഉയരേണ്ട, മുറവിളി ഉയരേണ്ട കുടുംബത്തിൽ ആനന്ദത്തിന്റെ ആർപ്പിടലുകൾ, ആനന്ദത്തിന്റെ ജയഘോഷങ്ങൾ ഉയരുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ മാറ്റം സംഭവിച്ചേ? ആ കുടുംബത്തിൽ കർത്താവ് വന്നു, കർത്താവ് യേശുവിന്റെ രക്ഷ വന്നു. ആ കുടുംബം വീണ്ടെടുക്കപ്പെട്ടു. ആ കുടുംബത്തെ രക്ഷിക്കുവാൻ, നേടുവാൻ കൊടിയ തകർച്ച കർത്താവ് അനുവദിക്കുകയാണ്.
നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലവിധ തകർച്ചകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പരാജയങ്ങൾ, വേദനകൾ, സഹോദരങ്ങളെ, നമ്മുടെ നാശത്തിനല്ല, നമ്മൾ ഇല്ലാതായി പോകാനല്ല, നമ്മൾ തകർന്ന് നാമവിശേഷമായി മാറാനല്ല, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് നിത്യജീവന്റെ അനുഭവം തരുവാൻ, നമ്മെ ഉയർത്തുവാൻ കർത്താവ് അനുവദിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ചില പ്രവൃത്തികളാണ്. ദാവീദ് അതാ പറഞ്ഞു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ഓ ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ, ഞാൻ അങ്ങയുടെ വചനം അറിഞ്ഞുവല്ലോ, ഞാൻ അങ്ങയുടെ സ്നേഹത്തെ അനുഭവിച്ചല്ലോ. സഹോദരങ്ങളെ, ഈ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് തകർച്ചകളിലുള്ള ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞ് മനം തുറന്ന് നമ്മുടെ പ്രതിസന്ധികളിൽ, വേദനകളിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മെ വിമോചിപ്പിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന അവിടുത്തെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാം. കർത്താവ് നമ്മുടെ കരുണ കാണിക്കും. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.